നമസ്കാരം. വിഷു ഈസ്റ്റർ സപ്ലൈകോ ഫെയറിന് കോതമംഗലത്ത് തുടക്കമായി. കോതമംഗലം മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തിക്കുന്ന സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിലാണ് വിഷു ഈസ്റ്റർ ഫെയർ ഒരുക്കിയിട്ടുള്ളത്. ഈ മാസം 19 വരെയാണ് സപ്ലൈകോ പ്രവർത്തിക്കുന്നത്. വിഷു ദുഃഖവെള്ളി ദിനങ്ങളൊഴിച്ച് എല്ലാ ദിവസങ്ങളും ഫെയർ തുറന്ന് പ്രവർത്തിക്കും. 13 സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ തെരഞ്ഞെടുത്ത ബ്രാൻഡഡ് ആവശ്യ ഉൽപ്പന്നങ്ങൾക്കും ശബരി ഉൽപ്പന്നങ്ങൾക്കും മിതമായ നിരക്കിൽ ലഭ്യമാകും. 13 സബ്സിഡി ഇനങ്ങളിൽ 5 ഇനങ്ങളുടെ വില കുറച്ചാണ് സപ്ലൈകോ ഫെയറിന് നൽകുന്നത്. കിലോഗ്രാമിന് 4 മുതൽ 10 രൂപ വരെയാണ് സപ്ലൈകോ വിലക്കുറവിൽ നൽകിയിട്ടുള്ളത്. ഫെയറിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ MLA നിർവഹിച്ചു. മുനിസിപ്പൽ ചെയർമാൻ KK ടോമി അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ കൗൺസിൽ KA നൌഷാദ്, ഷോപ്പ് മാനേജർ സനീഷ് കുമാർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. സപ്ലൈകോ വിഷു ഈസ്റ്റർ ഈ അവസരത്തിൽ കേരളത്തിലെ എല്ലാ മേഖലയിലും സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വിപുലമായ വിഷു ഈസ്റ്റർ വിപണികൾ 10 ദിവസക്കാലം നീണ്ടു നിൽക്കുന്ന വിപണികളുടെ പ്രവർത്തനം ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. കോതമംഗലം ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിലാണ് കോതമംഗലത്തെ വിഷു ഈസ്റ്റർ വിപണി പ്രവർത്തിക്കുന്നത്. 13 സബ്സിഡി ഇനങ്ങൾക്ക് പുറമെ ശബരി ഉൽപ്പന്നങ്ങളടക്കം മറ്റ് ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്കുമെല്ലാം വിലക്കുറവോട് കൂടിയിട്ടാണ് ഈ വിപണിയിൽ ക്രമീകരിച്ചിട്ടുള്ളത്. അതിൽ തന്നെ പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഇപ്പോൾ ഇന്നലെ മുതൽ ഈ 13 സബ്സിഡി ഉൽപ്പന്നങ്ങളിൽ 5 ഉൽപ്പന്നങ്ങൾക്ക് 4 രൂപ മുതൽ 10 രൂപ വരെ കിലോയ്ക്ക് വില കുറച്ചുകൊണ്ടാണ് ഈ ഉത്സവ സീസണിൽ ജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. അതിന് പുറമെ മറ്റുൽപ്പന്നങ്ങളെല്ലാം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ബ്രാൻഡായ ഉൽപ്പന്നങ്ങളും ശബരി ഉൽപ്പന്നങ്ങളും ഉൾപ്പെടെ മിതമായ നിരക്കിൽ ജനങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്ന നിലയിൽ തന്നെയാണ് ഈ ഉത്സവ സീസണിൽ സപ്ലൈകോയുടെ പ്രവർത്തനം സർക്കാർ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. സപ്ലൈകോ മാത്രമല്ല, കൺസ്യൂമർ ഫെഡും അതോടൊപ്പം തന്നെ നമ്മുടെ സഹകരണ പ്രസ്ഥാനങ്ങളും കുടുംബശ്രീ അടക്കമുള്ള വിപുലമായ ശൃംഖല എല്ലാം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒരു വിലക്കുറവിൻ്റെ ഉത്സവകാലം ജനങ്ങൾക്ക് ഉറപ്പ് നൽകാൻ കഴിയുന്ന നിലയിലുള്ള പ്രവർത്തനങ്ങളാണ് എല്ലാ മേഖലയിലും ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ജനങ്ങൾ പരമാവധി ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തിയെടുക്കണം കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും വിഷുവിൻ്റെയും ഈസ്റ്ററിൻ്റെയും ആശംസകൾ കൂടി നേരുന്നു.